ഉണ്ടാ നല്ല വൈലറ്റ് കളറാണ്. ഇത് വയനാട്ടുകാരുടെ ചോരക്കാച്ചിലാണ്. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിവിടെ കുറേ കാച്ചിലുകൾ കണ്ടോ വെച്ചിട്ട് ഇതൊക്കെ വെറൈറ്റി കാച്ചിലുകളാണ്. പല സമയത്തായിട്ട് കളക്ട് ചെയ്ത കാച്ചിലുകളാണ് കേട്ടോ. അപ്പം അതിൻ്റെ വിശേഷങ്ങൾ കാണിച്ചു തരാം. ഇത് കുംഭമാസമാണ്, കുംഭമാസ തീരാണ്. അപ്പം നമ്മൾ ഇപ്പോഴേ നട്ടില്ലെങ്കിൽ ഇനി അടുത്ത മാസം മീനമാസമാണ്. മീനമാസത്തിൽ നമ്മൾ ഇങ്ങനെയുള്ള കിഴങ്ങ് വർഗ്ഗങ്ങളൊക്കെ നട്ട് കഴിഞ്ഞാൽ മീൻകണ്ണ് പോലെ ചെറുതായി പോകുന്നതാണ് പഴമക്കാർ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളെന്തായാലും വൈകണ്ട, ഇന്ന് തന്നെ മണ്ണിലേക്ക് നടാണ്. അപ്പം അതിന് മുന്നേ നമ്മളിതിൻ്റെ വിശേഷങ്ങൾ നിങ്ങളെ കാണിച്ചു തരട്ടെ. നമ്മുടെ അടുത്ത് വെള്ളക്കാച്ചിലും ഉണ്ട്. ഇത് മിക്കവാറും വൈറ്റ് ആയിരിക്കും. അപ്പം അത് മുറിച്ച് നോക്കാം കേട്ടോ. നമുക്കത് ഈ ഭാഗമാണ് നമ്മൾ നടാൻ പോണത്. മുറിച്ച് ഏത് ഭാഗം വെച്ചാലും മുള വന്ന് ശരിയായിക്കോളും. ഇപ്പോൾ ഇതൊക്കെ ആണെങ്കിൽ മുള വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമുക്ക് ആ ഭാഗം നമുക്ക് നടാൻ പറ്റും. ഇത് മുറിച്ച് കാണിച്ചു കേട്ടോ. കണ്ടാ, ഇത് നല്ല ഉള്ളിൽ നല്ല വൈറ്റ് കളറാണ്. ഭയങ്കര ടേസ്റ്റിയാണ്. നമുക്ക് ചമ്മന്തി കുട്ടിയൊക്കെ തിന്നാട്ടി പോലെയായിട്ട്. അപ്പം നിങ്ങളൊരു കളർ കണ്ടില്ലേ? ഇത് ഈ ഇടയ്ക്ക് കളക്ട് ചെയ്തതാണ് കേട്ടോ. ഇത് ഇതും കാണിച്ചു തരാം എങ്ങനെയാണ്. ഇതിൽ ചെറിയ വൈറ്റ് ഷെയ്ഡ് ഉണ്ട് കണ്ടോ. വൈറ്റ് വയലറ്റ് മിക്സ് ആയിട്ടുള്ള ഭംഗിയുണ്ട്. ഇനി നമുക്ക് ഈ കാച്ചിലായിട്ട് നമ്മുടെ കൈപ്പത്തിയുടെ ഷേപ്പിലേക്ക് അടിപൊളിയായിട്ടാണ് ഉണ്ടാവണേ. അപ്പോൾ ഈ കാച്ചിൽ കാണിച്ചു തരാം. ഇതൊക്കെ ഇതൊരു ക്രീം ഷെയ്ഡാണ്. ഓരോ കാച്ചിലിനും ഓരോ ഭംഗിയാണ്. അപ്പോൾ നമുക്ക് ഇതൊക്കെ പുഴുങ്ങി തിന്നാട്ടോ. പണ്ടൊക്കെ പിള്ളേർക്കൊക്കെ ഇത് പുഴുങ്ങി തിന്നുമ്പോൾ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞങ്ങളുടെ കുഞ്ഞിലൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് തിന്നുകൊണ്ടിരുന്ന സാധനങ്ങളാണ്. അപ്പോൾ ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും ഇതിൻ്റെ ടേസ്റ്റ് അതോടെ പിടിക്കണില്ല. എന്നാലും നമ്മൾ തീറ്റിക്കും. ഇനിയാണ് നമ്മുടെ ഫേവറേറ്റ് കാച്ചിൽ. ഇത് അത് തന്നെയാണ്. അപ്പോൾ നമ്മൾ വിശേഷങ്ങൾ നിങ്ങൾ നേരിട്ട് കണ്ടോ. ഇതിനൊരു പ്രത്യേക സ്പെഷ്യൽ ഭംഗിയുണ്ട്. ക്യാമറമാൻ ഒന്ന് സൂം ചെയ്ത് കാണിച്ചു കൊടുത്തോളൂ. എന്താ നല്ല വയലറ്റ് കളറാണ്. ഇത് വയനാട്ടുകാരുടെ ചോരക്കാച്ചിലാണ്. അപ്പോൾ പണ്ടൊക്കെ വയലറ്റ് കാച്ചിലിനോട് വലിയ പ്രിയമൊന്നും ആർക്കുണ്ടായില്ല. പക്ഷെ ഇതിന് ഔഷധ ഗുണം ഉണ്ടെന്ന് പറയപ്പെടുന്നുണ്ട്. അപ്പോൾ ഔഷധ ഗുണം ഉള്ളത് കൊണ്ട് തന്നെ ഇപ്പം മാർക്കറ്റിൽ ഡിമാൻഡ് കൂടുതലാട്ടോ.